ഈ മാരക കീടനാശിനിയുടെ അംശം അപകടകരമായ രീതിയിൽ ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച പഠന സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗമാണ് പഠനം നടത്തിയത്. എൻഡോസൾഫാൻ തളിച്ച 11 പഞ്ചായത്തുകളിലെ 41 പേരുടെ രക്തസാമ്പിളുകളാണ് സംഘം പരിശോധിച്ചത്. ഇതിൽ ശരാശരി 170 പാർട്സ് പെർ ബില്യൺ എൻഡോസൾഫാൻ കണ്ടെത്തി. ഇത് 50-ൽ കൂടുന്നത് അപകടകരമാണ്. എൻഡോസൾഫാൻ വ്യാപകമായി തളിച്ച മൂഴിയാറിലെ 6000 പേരെയും കീടനാശിനി തളിക്കാത്ത ബാനത്തെ 4000 പേരെയും താരതമ്യ പഠനം നടത്തി. 10-നും 20-നും ഇടയിൽ പ്രായമുള്ളവരിലെ ചലനവൈകല്യം ബാനത്തെ അപേക്ഷിച്ച് മൂഴിയാറിൽ 6 ഇരട്ടി കൂടുതലാണ്. എന്നാൽ 10 വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ ബാനത്ത് 1.4% പേർക്ക് വൈകല്യമുള്ളപ്പോൾ മൂഴിയാറിൽ ഇത് 0.5% കുറഞ്ഞിട്ടുണ്ട്. വന്ധ്യതയും അബോർഷനും ദുരന്തബാധിത മേഖലയിൽ ഇരട്ടിയിലധികമാണ്. ബാനത്ത് വന്ധ്യത 0.8%, അബോർഷൻ കേസുകൾ 4.4%, മൂഴിയാറിൽ ഇത് യഥാക്രമം 1.7%, 7.7%. ശിശുമരണ നിരക്ക് മൂഴിയാറിൽ 3.3%, ബാനത്ത് 1.47%. ചാപിള്ളകളുടെ എണ്ണവും എൻഡോസൾഫാൻ തളിച്ച പ്രദേശങ്ങളിൽ ഇരട്ടിയാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ 30 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകളിൽ കുറഞ്ഞു വരുന്നതായും പഠനം വ്യക്തമാക്കുന്നു. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ 7.4% അബോർഷനെങ്കിൽ 30 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ അത് 4.3% ചുരുങ്ങിയിട്ടുണ്ട്. അസ്വാഭാവികമായ ആർത്തവവിരാമം ദുരന്ത മേഖലയിൽ കൂടുതലാണ്. 50-നും 80-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ മൂഴിയാറിൽ 40-നും 44 വയസ്സിനും ഇടയിൽ ആർത്തവവിരാമം ഉണ്ടാകുന്നു. എന്നാൽ ബാനത്ത് ഇത് സാധാരണ നിലയിലാണ്. എൻഡോസൾഫാൻ നിരോധിച്ച ശേഷം അപസ്മാരം, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, കാഴ്ച വൈകല്യങ്ങൾ എന്നിവ കുറഞ്ഞിട്ടുണ്ട്. എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന ഹോർമോൺ വ്യതിയാനം തലമുറകളിലേക്ക് പടരുമെന്നതിന് തെളിവും പഠന റിപ്പോർട്ടിലുണ്ട്. ആൺകുട്ടികളിൽ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ ഉൽപാദനം വർദ്ധിക്കുകയും വളർച്ച മുരടിക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ 4 മാസക്കാലം നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിച്ചു.